ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സിയുടെ മുൻകാല ചോദ്യോത്തരങ്ങളാട്ടോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സെഷൻ അല്ലേ എന്നുള്ളത് പല ക്വസ്റ്റ്യൻസും കാണുമ്പോൾ വിചാരിക്കും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് പോകുന്ന ഒരു സെഷൻ കൂടിയാണ് ഈ 1 മാർക്കിൻ്റെ സെഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. 1906 മുസ്ലിം മാസിക ആരംഭിച്ചത് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏത്? യോഗനാഥ്. SNDPയുടെ മുഖപത്രമായിരുന്ന വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ ആര്? കുമാരനാശാൻ. 1928 യുക്തിവാദി മാസിക ആരംഭിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദര സംഘം സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1924 ആരംഭിച്ച പത്രം? അൽ അമീൻ. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ? CP ഗോവിന്ദപിള്ള. രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം? ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്? 5 to 5.5 ലിറ്റർ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയ പ്രോട്ടീൻ? ഗ്ലോബിൻ. കോശങ്ങളിലേക്ക് ഓക്സിജനെ വഹിക്കുന്ന രക്തകോശം? ചുവന്ന രക്തകോശം. കട്ടക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇഖ്ബാൽ. ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? സ്റ്റെതസ്കോപ്പ്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? ND തിവാരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? തേഹ്രി അണക്കെട്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏത്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം? കേരളം. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? റാഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? NH-44. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളായി വിഭജിക്കാനുള്ള പദ്ധതി അറിയപ്പെട്ടത് എങ്ങനെ? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയിൽ ദശാംശ നാണയം സമ്പ്രദായം നിലവിൽ വന്നത് എന്ന്? 1957 ഏപ്രിൽ 1. ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തെക്കുറിച്ച് ഉറപ്പു നൽകുന്നതാര്? റിസർവ് ബാങ്ക് ഗവർണർ. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗത നികുതി ഏത്? ടോൾ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതെന്ന്? 1948 സെപ്റ്റംബർ 17. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ ഏത്? തെലുങ്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ്? താന്തിയോ തോപ്പി. 1857 വിപ്ലവത്തിൽ ലക്നൗ, ഔധ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയതാര്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജനറൽ ബഖ് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റിയത് എന്ന്? 1859 ഏപ്രിൽ 18.
താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? രാമചന്ദ്ര പാണ്ഡുരംഗ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? കോളിൻ കാമ്പൽ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആര്? സിറിൽ റാഡ്ക്ലിഫ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വിപ്ലവം ഏത്? 1857 വിപ്ലവം. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു? താന്തിയ തോപ്പി. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി? നാനാ സാഹിബ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആര്? കാൾ മാർക്സ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ആവൃത്തിയുടെ യൂണിറ്റ്? ഹെർട്സ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം? ഗുരുത്വാകർഷണ ബലം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത ഊർജരൂപമാണ് പ്രകാശം. ശരിയോ തെറ്റോ? ശരി. പ്രകാശത്തിന് ഏറ്റവും വേഗം കുറഞ്ഞ മാധ്യമം? വജ്രം. മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നിറം? വയലറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം? യുറാനസ്. വലയഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? ശനി. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം? ഭൂമി. ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും. താങ്ക് യു. ബൈ.